ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ വേൾഡ് ന്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വേൾഡിന്റെ ട്രെൻഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം അമേരിക്ക ഡെയിലി ന്യൂസ് മാറ്റിവെച്ചാൽ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിയാണ് റീ ഇൻഡസ്ട്രിയലൈസേഷൻ. അതെങ്ങനെ നടക്കാനാണ് സാധ്യത എന്ന് നമ്മൾ അറിഞ്ഞാൽ ലോകത്തിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാവും. ഇനിയത്തെ കാലത്ത് വൈറ്റ് കോളർ ജോബ്സ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അത് ഏത് സമയത്ത് നടക്കും എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബ്ലൂ കോളർ ജോബ്സ് എടുക്കുന്നത് ഓട്ടോമേഷനും അതേപോലെ തന്നെ റോബോട്ടിക്സും അങ്ങനെയുള്ള ഓട്ടോമേറ്റഡ് വർക്കുകളാണ് ബ്ലൂ കോളർ ജോലി ഏറ്റെടുക്കാൻ പോകുന്നത്. ഇത് രണ്ടും വരുന്നത് ഒരുമിച്ചായിരിക്കില്ല, കാലതാമസം ഉണ്ടാവും. പക്ഷെ അന്നേരം ഹ്യൂമൻ റിസോഴ്സസിന്റെ ആധിക്യം അവിടെ ആവശ്യമായി വരുന്നില്ല. ഇത് യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് യുഎസ് ലോങ് ടേമിൽ അവിടെ റീ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ചൈനയും ഇതേ പാത ഫോളോ ചെയ്യാം, പക്ഷെ അവരുടെ ബ്ലൂ കോളർ ജോബ്സ് ഇപ്പോഴും ചീപ്പറാണ്. അതുകൊണ്ട് അവരത് കാലതാമസം എടുത്തേ ചെയ്യുള്ളൂ. പക്ഷെ വൈറ്റ് കോളർ ജോബ്സ് അത് ഓട്ടോമേറ്റ് ചെയ്യുകയും അവരത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. ഇന്ത്യക്ക് ഇത് രണ്ടും നമ്മൾ ഒത്തിരി സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എഐയുടെ ജോലികളും അതേപോലെ തന്നെ ഓട്ടോമേഷന്റെ ജോലികളും പതുക്കിയേ ഇവിടെ അത് ബ്രേക്ക് ഈവൻ ആവാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നാളെ, അതായത് ലോങ് ടേമിൽ എങ്ങനെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.